നമ്മൾ ഏതെങ്കിലുമൊക്കെ സമയത്ത് പ്രാർത്ഥിക്കാത്തവരായിട്ട് ആരുമില്ല. പ്രാർത്ഥിക്കുന്നതിന് ഫലം ഉണ്ടാകുന്നുണ്ട്. കാരണം പ്രാർത്ഥനയുടെ ലക്ഷ്യം ദൈവവുമായിട്ടുള്ള അടുപ്പത്തിൽ വളരുക എന്നുള്ളതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവവുമായിട്ടുള്ള ആത്മബന്ധത്തിൽ വളരുക. ഈശോ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകി. നമ്മുടെ കുടുംബങ്ങളിലും നമ്മൾ വ്യാപരിക്കുന്ന മേഖലയിലും നമ്മളായിരിക്കുന്നിടത്തുമൊക്കെ പ്രത്യാശയുടെ വാക്കുകൾ നമ്മൾ വിശുദ്ധ കുർബാനയുടെ അവസരങ്ങളിൽ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുകയും മനോഹരമായ പ്രാർത്ഥനയോടുകൂടിയൊക്കെ ചെയ്തിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും എത്രമാത്രം പ്രത്യാശ നൽകുന്നതാണ്. ദൈവവചനം കേൾക്കാനായിട്ട് നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ കരം പിടിച്ച് ദൈവത്തിൻ്റെ കൂട്ടത്തിൽ പ്രതീക്ഷയിലൂടെ നമ്മൾ നടക്കുന്ന വലിയൊരു ദൈവാനുഭവം ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒറ്റ യജമാനനെ സേവിക്കുക എന്നുള്ള ആ ഒരു വലിയ പ്രയാസം പിടിച്ച ജോലിയാണ് ക്രൈസ്തവ ജീവിതം. പ്രത്യാശയുടെ തീർത്ഥാടകരായി ഈ ജൂബിലി വർഷം നാം ആചരിക്കുമ്പോൾ ഈ ബൈബിൾ കൺവെൻഷൻ കൂടുതൽ അർത്ഥമുള്ളതായി എനിക്ക് തോന്നുകയാണ്. ഇതെൻ്റെ ശരീരമാകുന്നു, വീഞ്ഞെടുത്ത ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ കുടിക്കുവിൻ. അപ്പോൾ അതിലൂടെ അവിടുന്ന് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ആരാധിക്കും.